പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിൽ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവരെ, പ്രധാനപ്പെട്ട ഒരു വിഷയമായിട്ടാണ് നിങ്ങൾക്ക് മുമ്പിലേക്ക് ഇന്ന് ഞാൻ കടന്നു വരിക. മറ്റൊന്നുമല്ല, നിങ്ങളുടെ കണ്ണുകളിൽ ഈ ഒരു പേപ്പർ കട്ടിങ് ദിവസങ്ങളിൽ പെട്ടിരുന്നു. അതായത് സാമൂഹ്യ മാധ്യമങ്ങളിൽ കടന്നു വന്ന ഒരു പേപ്പർ കട്ടിംഗ് ആണ്, മറ്റൊന്നുമല്ല. അതായത് കേരള യുക്തിവാദി സംഘത്തിൽപ്പെട്ട ഒരു അഡ്വക്കേറ്റാണ് എന്നാണ് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ പേര് രാജഗോപാൽ. നമ്മുടെ മാരിയോ ജോസഫ് ബ്രദർ അറിയാം, ഫിലോകാലിയ ഫൗണ്ടേഷൻ്റെ ചെയർമാനാണ്, നിരവധിയായ കാര്യങ്ങൾ ചെയ്യുന്നു. അപ്പോൾ അദ്ദേഹത്തിനെ വെല്ലുവിളിച്ചുകൊണ്ടുള്ള ഒരു പേപ്പർ കട്ടിങ്ങുമായിട്ടാണ് ഈ വ്യക്തി നിരീശ്വരവാദ സംഘത്തിലെ, അതായത് യുക്തിവാദി സംഘത്തിൽപ്പെട്ട അഡ്വക്കേറ്റ് രാജഗോപാൽ എന്ന് പറയുന്ന വ്യക്തി. മറ്റൊന്നുമല്ല, അതായത് നമുക്കറിയാം ഈ ദിവസങ്ങളിലെല്ലാം ഈ പേപ്പർ കട്ടിങ് ഇടുവാനുള്ള സാഹചര്യത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. നമുക്കറിയാം, നമ്മുടെ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ ആഴ്ചകളായിട്ട് റോമിലെ ജമലി ആശുപത്രിയിൽ ചികിത്സയിലാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ രോഗസൗഖ്യവുമായി ബന്ധപ്പെട്ട് നിരവധി അഭ്യൂഹങ്ങളും വ്യാജ പ്രചരണങ്ങളും വിമർശനങ്ങളും സാമൂഹ്യ മാധ്യമങ്ങളിൽ നിരന്തരമായിട്ട് ഈ ദിവസങ്ങളിൽ കടന്നു വന്നിരുന്നു. ഇവർ ഉന്നയിച്ച ചോദ്യം ഇതാണ്: കേരളത്തിൽ ഇത്രമാത്രം ധ്യാന കേന്ദ്രങ്ങളും ധ്യാന ഗുരുക്കന്മാരും ഉണ്ടല്ലോ, എന്തുകൊണ്ടാണ് മാർപ്പാപ്പയെ ഇവർക്ക് സൗഖ്യപ്പെടുത്താൻ കഴിയാതെ പോയത്? അതിൽ തന്നെ ഏറ്റവും കൂടുതൽ വിമർശനത്തിന് വിധേയമായത് നമ്മുടെ കേരളത്തിലെ ആലപ്പുഴ ജില്ലയിലെ കൃപാസനം ധ്യാന കേന്ദ്രത്തിനെതിരെയും അതിൻ്റെ ചെയർമാനായ, അതിൻ്റെ ഡയറക്ടറായ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെതിരെയുമായിരുന്നു കൂടുതലും ഇവർ വിമർശനങ്ങൾ ഉന്നയിച്ചത്. അപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഫിലോകാലിയ ഗ്രൂപ്പിൻ്റെ ചെയർമാനായ മാരിയോ ജോസഫ് ബ്രദർ, അദ്ദേഹം തൻ്റെ ഒരു വീഡിയോയിലൂടെ ഈ ഒരു വിഷയത്തിനെതിരെ രൂക്ഷമായി പ്രതികരിച്ചിരുന്നു. ലക്ഷക്കണക്കിന് വ്യക്തികൾ അത് കണ്ടു. അപ്പോൾ അത് കണ്ടിട്ട് ചിലർക്ക് ദഹിക്കാഞ്ഞ് കലിയിളകിക്കൊണ്ടാണ് ഇപ്പോൾ ഇവർ ആ ഒരു പേപ്പർ മാരിയോ ബ്രദർ ഇറക്കിയ വീഡിയോയ്ക്കെതിരെ ഇപ്പോൾ പരസ്യമായിട്ട് വെല്ലുവിളിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നത്. ഇതിൽ ഇവർ പറയുന്ന കാര്യം ഇതാണ്: അതായത് അത്ഭുത രോഗശാന്തി ചികിത്സയും കൃപാസനത്തിൻ്റെ ഉടമ്പടി ചികിത്സയും സത്യമാണെന്ന് താങ്കൾ നടത്തിയ ലൈവ് വീഡിയോ കാണുകയുണ്ടായി. ഈ കാര്യത്തിൽ താങ്കൾക്കുള്ള ഉറപ്പ് വസ്തുനിഷ്ഠമായി ശാസ്ത്രീയമായി തെളിയിക്കാനുള്ള ബാധ്യത ആർക്കുണ്ട്? മാരിയോ ബ്രദറിനുണ്ട്. വെല്ലുവിളിയാണ് കേട്ടോ. ആയതിനാൽ പൊതുസമക്ഷം ഒരു വേദിയിൽ ഇക്കാര്യം തെളിയിക്കുവാൻ താങ്കളോട് അഭ്യർത്ഥിക്കുന്നു. ഞങ്ങളോ താങ്കളോ കൊണ്ടുവരുന്ന 4 രോഗികളെ കൃപാസനം ജോസഫിനെ കൊണ്ടോ, എന്തൊരു ബഹുമാനം! ഒരു ധ്യാന കേന്ദ്രത്തിൻ്റെ ഒരു ഡയറക്ടർ അച്ഛനെ വിളിക്കുന്ന പേരാണ് കൃപാസനം. ജോസഫിനെ കൊണ്ടോ താങ്കളെ കൊണ്ടോ പ്രാർത്ഥിപ്പിച്ച് സുഖപ്പെടുത്തണം. വെല്ലുവിളിയാണ് കേട്ടോ. ഒരു സംഘം ഡോക്ടർമാരുടെ സാക്ഷ്യത്തിൽ വേണം ഇത് ചെയ്യുവാൻ. അവരുടെ രോഗവിവരങ്ങളുടെ റിപ്പോർട്ടുകൾ പ്രാർത്ഥന ചികിത്സയ്ക്ക് മുൻപും പിൻപും ഡോക്ടർമാർ പരിശോധിക്കുന്നതായിരിക്കും. പിന്നെ വെല്ലുവിളി: രോഗമാറിയെന്ന് ഉറപ്പായാൽ 10 ലക്ഷം രൂപ ഇനമായി തരുന്നതാണ്. അമ്മേ, താങ്കളുടെ വിശ്വാസത്തിലും സത്യസന്ധതയിലും ഉറപ്പുണ്ടെങ്കിൽ ഈ ചലഞ്ച് എന്ത് ചെയ്യണം? മാരിയോ ബ്രദറെ ഏറ്റെടുക്കണം. വെല്ലുവിളിയാണ് കേട്ടോ. അല്ലാത്ത പക്ഷം ശാസ്ത്രവിരുദ്ധവും ഭരണഘടനാ വിരുദ്ധവുമായ പ്രചാര വേലകളിൽ നിന്നും താങ്കൾ പിൻവാങ്ങുകയും പരസ്യ ക്ഷമാപണം നടത്തണമെന്നും താല്പര്യപ്പെടുന്നു. വിശ്വസ്തയോടെ അഡ്വക്കേറ്റ് രാജഗോപാൽ, വാഗ്ദാനം. ബഹുമാനപ്പെട്ട മാരിയോ ജോസഫ് ബ്രദർ ഇത് കണ്ടു കാണുമോ എന്ന് എനിക്കറിയില്ല. എങ്കിലും ബ്രദറെ കേട്ടിരിക്കും, കേൾക്കണം കണ്ടില്ലെങ്കിൽ. ആദ്യമേ തന്നെ ഞാൻ പറയട്ടെ, ഞാൻ താങ്കളെ വെല്ലുവിളിക്കുന്നു. അഡ്വക്കേറ്റ് രാജഗോപാൽ മാഷെ, ബഹുമാനപ്പെട്ട അഡ്വക്കേറ്റ് രാജഗോപാൽ, താങ്കളുടെ മാന്യതയല്ല ഞങ്ങൾക്ക്. ജോസഫ് അച്ഛനെ താങ്കൾ വിളിച്ചത് ജോസഫിനെ കൊണ്ടാണെന്നെങ്കിൽ ഞങ്ങൾക്കൊക്കെ ഒരു മാന്യതയുണ്ട് സമൂഹത്തിൽ, ഇങ്ങനെ നല്ല പദവി അലങ്കരിക്കുന്നവർക്ക്. അത് ബഹുമാനപ്പെട്ട അഡ്വക്കേറ്റ് രാജഗോപാൽ സാറേ, താങ്കളെ ഞാൻ വെല്ലുവിളിക്കുന്നു. താങ്കൾക്ക് പറ്റുമെങ്കിൽ ഇന്ന് കേരളത്തിൽ എന്തുമാത്രം ധ്യാന കേന്ദ്രങ്ങളുണ്ട്? ഒരാഴ്ച അവിടെ നടക്കുന്ന ശുശ്രൂഷകളിൽ പോയി ധ്യാനം കൂടി അവിടെ നടക്കുന്ന ശുശ്രൂഷകളിൽ ആത്മാർത്ഥമായി പങ്കെടുത്ത് വെല്ലുവിളിക്കാനല്ല, മറിച്ച് ദൈവത്തിൻ്റെ ആത്മാവ് താങ്കളിൽ വന്ന് നിറയുവാൻ ചങ്കൂറ്റമുണ്ടെങ്കിൽ ഈ കൃപാസനത്തിലോ കേരളത്തിൽ അറിയപ്പെടുന്ന ധ്യാന ഗുരുക്കന്മാർ നടത്തുന്ന ധ്യാന കേന്ദ്രങ്ങളിലോ പോയി ഒരാഴ്ച വചനം കേട്ട് ആത്മാർത്ഥമായി ധ്യാനത്തിൽ പങ്കെടുത്ത് കടന്നു വരുവാൻ താങ്കൾക്ക് പറ്റുമോ എന്ന് ഞാൻ താങ്കളെ ആദ്യമായിട്ട് വെല്ലുവിളിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അപ്പോൾ ഈ ദിവസങ്ങളെല്ലാം സാമൂഹ്യ മാധ്യമങ്ങളിൽ കടന്നു വന്ന
മാർപ്പാപ്പയുടെ രോഗശാന്തി ധ്യാനഗുരുക്കന്മാർക്കെതിരെയും ആരാണ് ഇത്രമാത്രം വിമർശനങ്ങളുമായി സാമൂഹ്യ മാധ്യമങ്ങളിൽ കമന്റ് ഇട്ടത് എന്ന കാര്യത്തിലും ഇപ്പോൾ പൂർണ്ണത വന്നില്ലേ. ഇങ്ങനെയുള്ള നിരീശ്വരവാദികളും യുക്തിവാദി സംഘത്തിൽപ്പെട്ടവർ വെല്ലുവിളിച്ചുകൊണ്ടുള്ള പോസ്റ്റുകളായിരുന്നു ഇന്ന് സാമൂഹ്യ മാധ്യമങ്ങളിൽ ഈ ദിവസങ്ങളെല്ലാം കടന്നു വന്നത്. രണ്ടാമതായിട്ട്, ബഹുമാനപ്പെട്ട സാറേ, താങ്കളെ ഞാൻ വെല്ലുവിളിക്കുകയാണ്. വെല്ലുവിളിച്ച് നേടേണ്ടതല്ല കത്തോലിക്ക സഭയിൽ നടക്കുന്ന അത്ഭുത രോഗശാന്തിയും സൗഖ്യവുമല്ല. വെല്ലുവിളിച്ച് നേടേണ്ടതല്ല കത്തോലിക്ക സഭയുടെ രോഗശാന്തിയും അത്ഭുത സൗഖ്യവും. അത് ദൈവം പ്രത്യേകമായി തിരഞ്ഞെടുക്കപ്പെട്ട, ദൈവത്തിൻ്റെ കൃപയാൽ നേടിയെടുത്ത ഒരു വരമാണ്. ദൈവം അറിഞ്ഞുകൊണ്ട് ചില വ്യക്തികൾക്ക് നൽകുന്ന അനുഗ്രഹീത വരമാണ് കത്തോലിക്ക സഭയുടെ രോഗശാന്തിയും അത്ഭുതങ്ങളുമെല്ലാം. അത് പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ട, ദൈവത്താൽ ആത്മാവിനാൽ തിരഞ്ഞെടുക്കപ്പെട്ട പ്രത്യേക സ്ഥലങ്ങളിൽ കർത്താവ് ആഗ്രഹിക്കുന്ന വ്യക്തികൾ, ധ്യാനഗുരുക്കന്മാർ, ആത്മായ പ്രേക്ഷിതർ, അവരിലൂടെ ഈ സഭയെ വിശുദ്ധീകരിക്കുവാൻ, അതായത് നിങ്ങളെപ്പോലുള്ള നിരീശ്വരവാദികളെയും യുക്തിവാദികളെയും എല്ലാം വിശുദ്ധീകരിക്കുവാൻ, സഭയെ വിശുദ്ധീകരിക്കുവാൻ, ലോകത്തെ വിശുദ്ധീകരിക്കുവാൻ കടന്നു വരുന്ന അന്ധവിശ്വാസികളെ, വിശ്വാസികൾക്കല്ല അന്ധവിശ്വാസികൾക്ക് വേണ്ടി ദൈവം ഒരുക്കുന്ന, അവർ അത്ഭുതങ്ങൾ കണ്ട് ദൈവത്തോടുകൂടെ ചേർന്നിരിക്കുവാൻ ദൈവം ഒരുക്കുന്ന മഹനീയമായ ശുശ്രൂഷയാണ് മാഷേ എന്ത് കത്തോലിക്ക സഭയിലെ അത്ഭുത രോഗശാന്തിയും അടയാളങ്ങളുമെല്ലാം. മനസ്സിലായില്ലേ? താങ്കളിപ്പോൾ കൃപാസനത്തിൽ പോയിട്ട് 4 രോഗികളെയും കൊണ്ടുവന്നിട്ട് മാരി ജോസഫിനെ അടുത്തിരുത്തി മാരി ജോസഫിനോട് പറയണം, ഇല്ലെങ്കിൽ കൃപാസന ജോസഫ് അച്ഛനോട് പറയണം, ഇത്രയും പേര് കാണുക, ഈ രോഗിയെ നിങ്ങൾ സൗഖ്യപ്പെടുത്തി ഇത്രയും പേരുടെ മുമ്പിൽ എന്ത് ചെയ്യണം? അത് സാക്ഷ്യപ്പെടുത്തണം. അത് വെല്ലുവിളിയാണ്. ഞാൻ ഒന്നുകൂടെ പറയട്ടെ, ഇങ്ങനെ വെല്ലുവിളിച്ച് നേടേണ്ട സൗഖ്യമല്ല കത്തോലിക്ക സഭയുടെ അത്ഭുത രോഗശാന്തി എന്ന് പറയുന്നത്. അതാദ്യം താങ്കൾ മനസ്സിലാക്കണം. അത് പിശാചിന്റെ തന്ത്രമാണ്. അഹങ്കാരവും മർക്കടമുഷ്ടിയും വെല്ലുവിളിയും എല്ലാം പിശാച് ഒരുക്കുന്ന തന്ത്രമാണെന്ന് താങ്കൾ എന്ത് ചെയ്യണം? ബൈബിളും കത്തോലിക്ക സഭയുടെ ബൈബിളും താങ്കൾക്ക് അറിയാമല്ലോ. ബൈബിൾ ആദ്യം എടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യണം? വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായത്തില് മരുഭൂമിയിലെ പരീക്ഷ ഒന്ന് വായിക്കണം. അവിടെ അറിയാം, 40 രാവും പകലും ഉപവസിച്ച് കടന്നു വരുന്ന ദൈവത്തിന്റെ പുത്രനായ ഈശോയോട് നിങ്ങളെ പോലുള്ള പിശാചുക്കൾ വന്നിട്ട് എന്ത് ചെയ്യുക? വെല്ലുവിളിക്കുക. അതാദ്യം നിങ്ങളൊന്ന് വായിക്കണം. അപ്പോൾ അവിടെ പിശാചിനെ വെല്ലുവിളിച്ചുകൊണ്ടല്ല കർത്താവ് അതിനെതിരെ നേടിയെടുത്തത്. അവനെതിരെ പോരാടിയത് കർത്താവ് പിശാചിനെ വെല്ലുവിളിച്ചുകൊണ്ടല്ല, വചനങ്ങൾ കയ്യിലെടുത്തുകൊണ്ടാണ്. വചനമാകുന്ന ദൈവത്തെ കയ്യിലെടുത്തുകൊണ്ടാണ് ആ പിശാചിന്റെ തന്ത്രത്തെ ഈശോ അടിച്ച് ഒതുക്കിയത്. അവിടെ പിശാചിനറിയാം, ഈ ലോകവും പ്രപഞ്ചവും പ്രപഞ്ച സൃഷ്ടവസ്തുക്കളുമെല്ലാം ദൈവത്താൽ ഉണ്ടാക്കപ്പെട്ടവയാണ്, ദൈവത്തിന്റെ കീഴിലുള്ളതാണ്. എന്നിട്ടും അവൻ അതറിഞ്ഞുകൊണ്ട് ഈശോയെ വെല്ലുവിളിക്കുകയാണ്. നിങ്ങൾക്കറിയാം, ഇന്നും ഈ ലോകത്തിൽ ജീവിക്കുന്ന ദൈവത്തിന്റെ നാമത്തിൽ നിരന്തരമായി ധ്യാന കേന്ദ്രങ്ങളിലെ ധ്യാന ഗുരുക്കന്മാരിലൂടെയോ എല്ലാം നിരവധിയായ അനുഗ്രഹങ്ങളും അത്ഭുതങ്ങളും അടയാളങ്ങളും ദൈവത്തിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ഇന്നും സംഭവിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ള വ്യക്തമായ തെളിവും സാക്ഷ്യവും ഇന്ന് നടക്കുമ്പോൾ നിങ്ങൾക്കറിയാം, അനേകം വിശ്വാസികൾ ദൈവത്തിലേക്ക് ചേരുന്നു. എന്നിട്ടും നിങ്ങൾ അറിഞ്ഞുകൊണ്ട് എന്ത് ചെയ്യുന്നു? പിശാചിന്റെ തന്ത്രവും ഉപയോഗിച്ചിട്ട് നിങ്ങൾ ഇന്ന് പരീക്ഷിക്കുവാനായിട്ട് കടന്നു വരികയാണ്. അതുകൊണ്ട് വിശ്വസിക്കുന്നവർക്കാണ് അത്ഭുത രോഗശാന്തിയും അടയാളവും. നിങ്ങളെപ്പോലുള്ള നിരീശ്വരവാദികളായ യുക്തിവാദ സംഘത്തിൽപ്പെട്ടവർക്കല്ല. പക്ഷെ നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങൾ എന്ത് ചെയ്യണം? വിശ്വാസത്തോടെ ധ്യാന കേന്ദ്രങ്ങളിലേക്ക് പോവുക, അവിടെ പോയി ധ്യാനത്തിൽ പങ്കെടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യണം? ആത്മാർത്ഥമായിട്ട് ആ ശുശ്രൂഷകൾ പങ്കെടുത്തുകൊണ്ട് തിരിച്ചു വാ. നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും. മറ്റുള്ളവരുടെ അല്ല, നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും രോഗശാന്തിയും അത്ഭുതങ്ങളെല്ലാം ഇന്ന് തട്ടിപ്പാണോ വെട്ടിപ്പാണോ എന്ന്. എന്നിട്ട് നിങ്ങൾ മാരി ജോസഫിനെ വെല്ലുവിളിക്കും. മറ്റൊന്ന്, പ്രിയപ്പെട്ട അഡ്വക്കേറ്റ് സാറേ, ലോകത്തിലേത് ധ്യാന കേന്ദ്രത്തിലാണ് ഞങ്ങളുടെ ധ്യാന ഗുരുക്കന്മാർ കടന്നു വരുന്നവർക്കെല്ലാം അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും നൽകാമെന്ന് പറഞ്ഞ് വാഗ്ദാനം ചെയ്യുന്നത്? നിങ്ങൾക്കൊന്ന് പറയാമോ? ഇപ്പൊ കൃപാസനത്തെ കുറിച്ച് നിങ്ങൾ പറഞ്ഞു. കൃപാസനത്തിൽ ജോസഫ് അച്ഛൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്. ചാടിക്കയറി ഉടമ്പടി എടുക്കണമെന്ന് ആരോടും പറയാറില്ല. വിശ്വാസം വേണം, വിശ്വാസം വേണം, വിശ്വാസം വേണം.
അതിനുശേഷം അവിടെ നിന്ന് പറയുന്നത് പോലുള്ള കാര്യങ്ങൾ പാലിക്കണം. അല്ലാതെ ഇന്ന് ഉടമ്പടി എടുത്ത് നാളെ കാര്യസാധനത്തിന് വേണ്ടിയിട്ടല്ല ഉടമ്പടി എടുക്കേണ്ടത്. അതുതന്നെയാണ് എല്ലാ ധ്യാന കേന്ദ്രങ്ങളിലും പറയുന്നത്. കാരണം വരുമ്പോൾ തന്നെ ആദ്യത്തെ മണിക്കൂറുകളൊന്നും രോഗശാന്തി ശുശ്രൂഷകളൊന്നും ആരും ചെയ്യാറുമില്ല. വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ വചനം കേട്ട് കുമ്പസാരിച്ച് അനുതപിച്ച് തൻ്റെ പഴയകാല ജീവിതത്തെ മാറ്റിവെച്ച് കർത്താവിനോട് വാഗ്ദാനം ചെയ്യുമ്പോൾ കർത്താവ് അവിടെ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നു. ഇത് തന്നെയാണ് എല്ലാ സ്ഥലങ്ങളിലും എല്ലാ ധ്യാനഗുരുക്കന്മാരും ധ്യാന കേന്ദ്രങ്ങളിൽ ചെയ്യുന്നത്. പിന്നെ അത് അവർക്ക് ദൈവം കൊടുത്ത മഹാദാനം, ഒരു കൃപയാണ് രോഗശാന്തി. അവരുടെ ശക്തി പ്രാഭവം കാണിക്കാൻ വേണ്ടിയിട്ടല്ല, കടന്നു വരുന്ന വിശ്വാസികൾക്ക് മുമ്പിൽ അവർക്ക് വലിയ ആളാവുവാനോ അവരുടെ ശക്തി തെളിയിക്കുവാനോ അതിനു വേണ്ടിയിട്ടല്ല രോഗശാന്തികൾ ഓരോ ധ്യാന കേന്ദ്രങ്ങളിൽ ചെയ്യുന്നത്. ദൈവം കൊടുത്ത മഹാദാനം, ദൈവത്തിൻ്റെ മുമ്പിൽ എളിമയോടെ വിനയത്തോടെ താഴ്മയോടെ നിൽക്കുമ്പോൾ ദൈവം അവരിലൂടെ ഈ ലോകത്തിൽ വിശ്വാസികളെ വിശ്വസിപ്പിക്കുവാൻ ദൈവം ഒരുക്കുന്ന മഹാ അനുഗ്രഹ ശുശ്രൂഷകളാണ് രോഗശാന്തി വരം. എന്തിന്? ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ. അതുതന്നെയാണ് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം ഒന്നുകൂടെ താങ്കൾ എടുക്കൂ. എന്നിട്ട് 15-ാം അധ്യായം 29 മുതലുള്ള തിരുവചനങ്ങൾ ഇപ്രകാരം പറയുന്നുണ്ട്. യേശു അവിടെ നിന്ന് പുറപ്പെട്ട് ഗലീലി കടലിന്റെ തീരത്ത് വന്ന് ഒരു മലയിൽ കയറി അവിടെ ഇരുന്നു. തത്സമയം മുടന്തർ, വികലാംഗർ, അന്ധർ, ഊമർ തുടങ്ങി പലരെയും കൂട്ടിക്കൊണ്ട് വലിയ ജനക്കൂട്ടങ്ങൾ അവിടെ വന്ന് അവരെ അവൻ്റെ കാൽക്കൽ കിടത്തി. അവൻ അവരെ സുഖപ്പെടുത്തി. ഊമർ സംസാരിക്കുന്നതും വികലാംഗർ സുഖം പ്രാപിക്കുന്നതും മുടന്തർ നടക്കുന്നതും അന്ധർ കാഴ്ച പ്രാപിക്കുന്നതും കണ്ട് ജനക്കൂട്ടം വിസ്മയിച്ചു. അവർ ഇസ്രായേലിന്റെ ദൈവത്തെ മഹത്വപ്പെടുത്തി എന്ന്. എങ്ങനെ? അത് കണ്ട് ജനക്കൂട്ടം വിസ്മയിച്ചു, അവർ ഇസ്രായേലിന്റെ ദൈവത്തെ മഹത്വപ്പെടുത്തി. ഇന്നും ലോകത്തിൽ ഏതൊക്കെ ധ്യാന കേന്ദ്രങ്ങളിൽ ഞങ്ങളുടെ ബഹുമാനപ്പെട്ട ധ്യാന ഗുരുക്കന്മാർ ഈ ഒരു ശുശ്രൂഷ ചെയ്യുന്നവോ അത് കണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ വേണ്ടി മാത്രമാണ് ഇന്ന് രോഗശാന്തി വരങ്ങൾ ദൈവം ഇവരിലൂടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതും താങ്കൾ മനസ്സിലാക്കൂ. അല്ലാതെ 4, 10, 500 പേരുടെ മുമ്പിൽ വെല്ലുവിളിച്ചുകൊണ്ട് നിങ്ങൾ കൊണ്ടുവരുന്ന വ്യക്തികളെ വെല്ലുവിളിച്ചുകൊണ്ട് അവരെ സൗഖ്യപ്പെടുത്താമെന്ന് ഉള്ള ആ ഒരു മനോഭാവം ഇനിയെങ്കിലും മാറ്റിവെക്കൂ. ഇത് ഒരു എളിമയുടെ ശുശ്രൂഷയാണ്, താഴ്മയുടെ ശുശ്രൂഷയാണ്. ദൈവം നൽകുന്ന മഹനീയമായ ഒരു കൃപയുടെ ദാനമാണ് ഈ രോഗശാന്തി ശുശ്രൂഷ എന്ന് പറയുന്നത്. ഇനി ഇവരൊക്കെ ചോദിക്കുന്ന മറ്റൊരു ചോദ്യമാണ്, ഇങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് മാർപ്പാപ്പയെ സൗഖ്യപ്പെടുത്താൻ പറ്റാത്ത? കത്തോലിക്ക സഭയിലെ ആരെങ്കിലൊക്കെ ആശുപത്രിയിലാകുമ്പോൾ എന്തുകൊണ്ടാണ് ധ്യാനഗുരുക്കന്മാർക്ക് പോയി സൗഖ്യപ്പെടുത്താൻ പറ്റാത്ത? തിരിച്ച് ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കട്ടെ. പ്രഭാഷകന്റെ പുസ്തകം 38-ാം അധ്യായത്തിൽ ഇപ്രകാരം ഒരു വചനം പറയുന്നുണ്ട്. വൈദ്യനെ ബഹുമാനിക്കുക, നിനക്ക് അവനെ ആവശ്യമുണ്ട്, കർത്താവാണ് അവനെ നിയോഗിച്ചത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്തിനാണ് ദൈവം തന്നെ ഒരു ഡോക്ടറെ നിയോഗിച്ചത്? അപ്പോൾ കത്തോലിക്ക സഭയുടെ തന്നെ എന്തുമാത്രം ആശുപത്രികളുണ്ടെന്ന് നമ്മുടെ ഈ ലോകത്ത്. ലോകം മുഴുവനുള്ള രോഗികളെ സൗഖ്യപ്പെടുത്താമെന്ന് ധ്യാനഗുരുക്കന്മാർ എവിടെയും പറഞ്ഞിട്ടില്ല. അങ്ങനെയാണെങ്കിൽ പിന്നെ ആശുപത്രികൾ ആവശ്യമുണ്ടോ? അപ്പം ഇതൊക്കെ വെറും ഒരു മുട്ടിന്യായം. മറ്റൊന്ന് പറയുന്നത്, ഇന്ന് ലോകത്ത് എന്തൊക്കെ സംഭവങ്ങൾ നടന്നാലും, അതായത് പ്രളയമായിക്കോട്ടെ, കൊറോണയായിക്കോട്ടെ, ചുഴലിക്കാറ്റായിക്കോട്ടെ, തീനാശങ്ങൾ ഉണ്ടായിക്കോട്ടെ, എന്ത് സംഭവങ്ങൾ നടന്നാലും നേരെ പോകുന്നത് ധ്യാനഗുരുക്കന്മാർക്കെതിരെയാണ്. ഇവർ ഉന്നയിക്കുന്ന ചോദ്യമാണ്, എന്തേ അവരുണ്ടായിട്ട് ഇങ്ങനെയൊക്കെ സംഭവങ്ങൾ ലോകത്തിൽ സംഭവിച്ചു? അവസാനമായി ഒന്ന്, ഞങ്ങളുടെ ധ്യാനഗുരുക്കന്മാരാരും ദൈവമാകാൻ ആഗ്രഹിക്കുന്നില്ല, ദൈവത്തിന് മേലെ ആകാനുള്ളൊരു സ്ഥാനത്തെ ആഗ്രഹിക്കുന്നില്ല. അന്നും ഇന്നും ഞങ്ങളെ നയിക്കുന്ന ദൈവത്തിനോടൊപ്പം ചേർന്ന് അവൻ്റെ താഴെ അവനെ കീഴ്പ്പെട്ട് അവന് പോലെ അവൻ്റെ പരിപൂർണതയിലാകാൻ ദൈവം പറയുന്നുണ്ട്. അതിനുള്ള വഴികളാണ് ഞങ്ങളുടെ ഈ ലോക ജീവിതമെന്ന് നിങ്ങൾ തിരിച്ചറിയുക. അതുകൊണ്ട് നിങ്ങൾ ആവശ്യമില്ലാതെ ചില സമയങ്ങളിലെല്ലാം ഉന്നയിക്കുന്ന ചോദ്യങ്ങൾ നിങ്ങൾക്ക് തന്നെ എതിരായി ഭവിക്കാതിരിക്കട്ടെ, നിങ്ങളെ തന്നെ തിരിഞ്ഞു കൊത്താതിരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ദൈവത്തിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ തിരിച്ചു വരവിന് വേണ്ടി ഞങ്ങളിതാ ആഗ്രഹിക്കുന്നു. കടന്നു വരാം. നിങ്ങൾക്ക് മുമ്പിലേക്ക് ഞങ്ങളുടെ വാതിലുകൾ, സഭയുടെ വാതിലുകൾ ഇന്നും എന്നും തുറന്നിട്ടിരിക്കും. ആമേൻ.